ഹായ്, നമസ്കാരമുണ്ട് കേട്ടോ. ചിലപ്പം ഈ വർഷത്തെ അവസാനത്തെ ഒരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. കാരണം ഞാൻ എൻ്റെ ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരു വർഷം അവസാനിപ്പിക്കുന്നതും മറ്റൊരു വർഷം തുടങ്ങുന്നതും എൻ്റെ ശബരിമലയിലാണ്. അയ്യനെ കണ്ടിട്ടാണ് അവസാനിപ്പിക്കുന്നതും തുടങ്ങുന്നതും അയ്യനെ കണ്ടിട്ട്. അടുത്ത വർഷം, അതായത് ന്യൂ ഇയർ ഈവ് അയ്യനെ കണ്ടിട്ടാണ് ശബരിമലയിൽ സന്നിധാനത്ത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും ആദ്യമേ ഒരു പുതുവത്സരാശംസകൾ നേരുന്നു. അപ്പം കുറച്ച് പുതുവത്സര സന്ദേശങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത് നടന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ആ കുറേ കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നു. പിന്നെ ഇതിനെയൊക്കെ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ വീഡിയോസിൽ പറയും. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ അനുഭവകഥ എന്ന് പറഞ്ഞിട്ട് സംഭവം ചെയ്തിരുന്നു. ആ വീഡിയോ ഇനി അങ്ങോട്ട് കൂടുതലും ഇത്തരം വീഡിയോകളായിരിക്കും ഉണ്ടാവുക. പകരം ഷോർട്സ് എന്നും അത്തരം ഷോർട്സ് കുറയും. ഇത്തരം വീഡിയോകളായിരിക്കും. അതും എൻ്റെ അനുഭവകഥകൾ എന്ന് ഞാൻ പറഞ്ഞു അതിനകത്തിടുന്നു. പിന്നെ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂസ് ഇടും. പിന്നെ മറ്റെന്താണ്, ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ ഇടും. പിന്നെ വേറെ എന്തെങ്കിലും വിമർശിക്കാൻ തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയും. പിന്നെ എന്തായാലും ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പറയാം. ഒരനുഭവകഥ, 2ാം അധ്യായം. അതും ഇന്നലെ പറഞ്ഞ ഒരു ലൈവിൽ, നമ്മുടെ ക്രിസ്മസ് ഈവിൻ്റെ അന്ന്, ക്രിസ്മസിൻ്റെ തലേന്ന് 24-ാം തീയതി ഒരു ലൈവ് ഞാൻ ചെയ്തിരുന്നു. അതിനകത്തൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ റോഡുകൾക്ക് വീതി കുറവാണ്. ഈ കേരളത്തിലെ നാഷണൽ ഹൈവേ 66-ൻ്റെ നിർമ്മാണം അപകടകരമായ രീതിയിലാണ് പലയിടത്തും. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ അത് വൻ അപകടകരമായ രീതിയിലേക്കാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പ്രതിഷേധിച്ച് എത്രയും പെട്ടെന്ന് അതിനെ നമ്മുടെ മണ്ണിന് അനുയോജ്യമായ രീതിയിൽ ആക്കി നിർമ്മിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ സമരങ്ങൾ അതൊക്കെ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പം മലപ്പുറത്ത് വീണു, പിന്നെ ഇപ്പം കൊട്ടിയത്ത് വീണു, അങ്ങനെ പലയിടത്തായിട്ട് വീണുകൊണ്ടിരിക്കുക. കൊല്ലത്താണെങ്കിൽ വീഴാനായിട്ട് ഇടിഞ്ഞ് വീഴാനായിട്ട് കല്ലുംതാഴം കിടപ്പുണ്ട്, കടവൂര് കിടപ്പുണ്ട്, മേവറവും മറ്റേ ബൈപ്പാസുകളുടെ തുടക്കവും അവസാനവും, അല്ലെങ്കിൽ മേവറവും കാവനാടും ബൈപ്പാസുകൾ, ദേശീയപാത ബൈപ്പാസിൻ്റെ തുടക്കവും അവസാനവും ഒക്കെ കിടക്കുകയാണ് പൊട്ടി വീഴാനായിട്ട്. പിന്നെ അയത്തൽ, ചാത്തന്നൂർ, അങ്ങനെ ഒരു കരുനാഗപ്പള്ളി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിടക്കുന്നത് ഇടിഞ്ഞിടിഞ്ഞ് അങ്ങോട്ട് വീഴാനായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ, സർവീസ് റോഡിൽ കൂടെ പോകുന്ന ഏതൊരാൾക്കും പേടിയായിരിക്കും. ഏത് നിമിഷമാണ് ഇതെല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ വീഴുന്നതെന്ന്. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത ജൂൺ, അല്ലെങ്കിൽ അടുത്ത മെയ് ജൂൺ അത് താണ്ടില്ല. അതിന് കഴിയില്ല. അതിനൊന്നും കല്ലുംതാഴത്തൊക്കെ വേണ്ടത് ചാക്ക ചെയ്ത പോലെ, അല്ലെങ്കിൽ പലയിടത്തും ചെയ്യേണ്ടിയിരുന്നത് എലിവേറ്റഡ് ഹൈവേ അല്ലെങ്കിൽ ഫ്ലൈ ഓവേഴ്സ് ചെയ്യുക എന്നതായിരുന്നു. ഈ പ്രത്യേകിച്ച് ബൈപ്പാസ് തുടങ്ങുന്ന രണ്ടിടത്തും വേണ്ടത് ഫ്ലൈ ഓവേഴ്സ് ആയിരുന്നു. ശക്തികുളങ്ങരയിൽ കാവനാട് ചെയ്യേണ്ടത് ശക്തികുളങ്ങര നീണ്ടകര പാലം കൂടെ ചേർത്ത് ഒരൊറ്റ എലിവേറ്റഡ് ഹൈവേയിൽ അങ്ങ് തീർക്കേണ്ടതായിരുന്നു. പിന്നെ കടവൂർ പാലം ചേർന്ന് കായൽ പാലം കൂടെ ചേർത്തിട്ട് കടവൂരും ഒരു ഫ്ലൈ ഓവർ ആകും. അതും നാഷണൽ ഹൈവേ തുടങ്ങുന്ന സ്ഥലങ്ങളാണ്. പിന്നെ കല്ലുംതാഴത്തും അതുപോലെ തന്നെയായിരുന്നു. റെയിൽവേ പാലവും അതിന് ബാക്കിലും അതിന് ശേഷം മുമ്പ് വരുന്ന ഭാഗത്തും ഒക്കെ ചെയ്യേണ്ടത് പോലെ ഫ്ലൈ ഓവേഴ്സ് ചെയ്യേണ്ടടുത്ത് ഒന്നും ചെയ്തിട്ടില്ല. എലിവേറ്റഡ് ഹൈവേസ് അല്ലെങ്കിൽ ഫ്ലൈ ഓവേഴ്സാണ് അവിടെ ഏറ്റവും അഭികാമ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്, ഏത് ദിവസവും വീഴും. അതുപോലെ തന്നെ ഇപ്പം ഭയങ്കര ഗതാഗതക്കുരുക്കാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എല്ലാവരോടും. ഇതാണ് ഞാൻ ഇതിനകത്ത് ഈ ഒരു കാര്യം എന്തുകൊണ്ട് പറഞ്ഞു എന്നതിന് ഉള്ള പ്രസക്തി ഇവിടെയാണ് ഇരിക്കുന്നത്.
ഈ പോയിന്റിലാണ്. എന്താ, ഞാൻ മെനഞ്ഞാന്ന് ചവറ ശങ്കരമംഗലം ടൈറ്റാനിയത്തിനകത്ത് ഭാഗത്തുനിന്ന് കൊട്ടാരക്കര ബസ്സിൽ എൻ്റെ നാടായ എഴുകോണിലേക്ക് കയറി. വണ്ടി 6 ഈ ഒരു ബൈപ്പാസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും പോലും അത്യാവശ്യം നല്ല വേഗതയിൽ വരാൻ കഴിഞ്ഞിരുന്നു. റോഡ് നിർമ്മാണം അത്യാവശ്യം നല്ലതായിട്ട് നടന്നിട്ടുള്ള സ്ഥലത്തൊക്കെ വേഗതയിൽ വരാൻ കഴിഞ്ഞതുകൊണ്ട് കൊല്ലത്ത് വരെ അത്യാവശ്യം പെട്ടെന്ന് എത്തി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കടപ്പാക്കട തൊട്ട് ഞാനൊരു കുണ്ട്ര ആറുമുറിക്കട എന്ന് പറഞ്ഞ സ്ഥലം വരെ ഞാൻ ആ വണ്ടി സഞ്ചരിച്ചെടുത്ത് അത് ഇത്രയും താണ്ടാനെടുത്തത് 1 മണിക്കൂറിലധികമാണ്. ഞാൻ എത്തിയത് 8 മണിക്കാണ്. അത് 5 മണിക്ക് കയറിയ ഞാൻ 3 മണിക്കൂർ എടുത്തു. ആലോചിച്ച് നോക്ക്. 5-5:30 ആ ഒരു ടൈമിൽ കയറിയ ഒരാൾ ഇവിടെ എത്തിയത് 8-8:30 മണിക്ക്. സംഭവം വലിയ ദൂരമൊന്നുമില്ല. നോക്കിക്കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഒരു 30-35-40 കിലോമീറ്ററേ ഉള്ളൂ. ഈ സ്ഥലം ഇത്രയും ദൂരം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് KSRTC ബസ്സിലായാലും ഏത് ബസ്സിലായാലും എടുത്തത് 3.5 മണിക്കൂർ. അത് ആലോചിച്ച് നോക്ക്. ഈ ഗതാഗതക്കുരുക്കിന് ഒരു കല്ലുംതാഴത്തെ റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ നിർമ്മാണ രീതിയാണ്. ഫ്ലൈ ഓവേഴ്സ്, എലിവേറ്റഡ് ഹൈവേസ് വേണ്ടിടത്ത് കാണിച്ചു വെച്ചൊരു മണ്ടത്തരമായ വികലമായ ബുദ്ധിയില്ലാത്ത എൻജിനീയർമാരുടെ കുറേ ഒരു പണം ലാഭിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിട്ട് ഇനി അത് ഇരട്ടിപ്പണിയാവുന്ന സാധനങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത് അവിടെ. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് ഒട്ടും വീതിയില്ല റോഡിന്. ആ റോഡ് വീതിയില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ യാത്രക്കാർ, കാറുണ്ട് ബൈക്കുണ്ട്, എല്ലാവർക്കും കാറുണ്ട് ബൈക്കുണ്ട്, സംഭവിച്ചു. ബൈക്ക് പിന്നെയും കുഴപ്പമില്ല, പോട്ടെ. പക്ഷെ ബൈക്ക് എന്തിനാണ് സൈഡിൽ കൂടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ എടുത്തോണ്ട് ഒരുത്തൻ വന്ന് ബസ് നിൽക്കുകയാണ്. ബസ് ബ്ലോക്കിൽ പെട്ട് നിൽക്കുമ്പോൾ റൈറ്റിലൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് ബസ് നിൽക്കുന്നവനോട് ഇരുന്ന് സംസാരിക്കുന്നു. എന്ത് പൊതുബോധമില്ലായ്മയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ക്ലിയർ കട്ട് ഓഫ് ട്രാഫിക് വയലേഷൻസ്. അതുപോലെ തന്നെ ലൈൻ ട്രാഫിക്കിങ് അറിയില്ല. ലൈൻ ട്രാഫിക്കിന് ലൈനും ഇല്ല അതിനകത്ത്. ലൈനെല്ലാം മാഞ്ഞു പോയി. അതും നാഷണൽ ഹൈവേയും കൂടിയാണ്. അത് റോഡ്, എൻ്റെ നാട്ടിലൂടെ പോകുന്ന റോഡെന്ന് പറയുന്നത് നാഷണൽ ഹൈവേയും കൂടിയാണ്. അന്നേരം ആ ഒരു കാര്യം കൂടെ ആലോചിക്കുക. നമ്മുടെ ലൈൻ ട്രാഫിക്കിങ്, ഈ ട്രാഫിക് റൂൾസ് വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 തവണ, അത് KSRTC ബസ്സായാലും ഏത് വാഹനമായാലും അത് ഓടിക്കുന്നവൻ ട്രാഫിക് റൂൾസ് വയലേഷൻസ് 3 തവണയിൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ, സീരിയസ് ആയിട്ടുള്ള ഇതാണെങ്കിൽ 2 തവണ, അതിൽ കൂടുതൽ വേണ്ട. ആദ്യത്തെ തവണ ഒരു 6 മാസത്തെ സസ്പെൻഷൻ കൊടുക്കുക. രണ്ടാമത്തെ തവണ അത് സീരിയസ് വയലേഷൻസ് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്തം കട്ട് ചെയ്യേണ്ട രീതിയിലേക്ക് നമ്മുടെ നിയമങ്ങൾ കടുപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നെ ട്രാഫിക് റൂൾസ് മൊത്തത്തിൽ പഠിച്ച് ലേണേഴ്സ് എടുക്കുക എന്നത്. ഇപ്പം ഞാൻ പോലും ലേണേഴ്സ് എടുത്തത് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇതുവരെ വാഹനം ഓടിച്ചിട്ടില്ല. ട്രാഫിക് ലൈസൻസ് എടുത്തതിന് ശേഷം എൻ്റെ റോഡിൽ ഞാൻ ഇതുവരെ വാഹനം ഓടിച്ചിട്ടില്ല. എനിക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് സ്വന്തമായി വാങ്ങിച്ചതിന് ശേഷം ഞാനത് ഓടിക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ചെയ്യും. അതിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യില്ല. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. പബ്ലിക് വെഹിക്കിൾസ് ഉണ്ട് അത്യാവശ്യം. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് എഴുകോൺ റെയിൽവേ സ്റ്റേഷനിലേക്കോ എഴുകോൺ ജംഗ്ഷനിലേക്കോ എവിടെയെങ്കിലും പോയി ആ വാഹനം അത്യാവശ്യം പാർക്കിംഗ് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പൊതുഗതാഗതത്തെ ആശ്രയിച്ച് ഞാൻ പോവുള്ളൂ. അത് എത്ര തിരക്കായാലും അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകും. നിങ്ങളും അങ്ങനെയാവുക. നമ്മൾ എന്തിനാണ് ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു ഇന്നോവ ഒരാൾ ഒറ്റയ്ക്ക് ഓടിച്ചു കൊണ്ടുപോകും. എന്നിട്ടൊരു ടാക്സിക്ക് ഇറങ്ങാനും വന്നാൽ പിന്നെയും പറയാം, കുഴപ്പമില്ല പോട്ട്. അത് ചിലപ്പം അടുത്ത ഒരു ട്രിപ്പ് പോയിട്ട് കഴിഞ്ഞിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു ട്രിപ്പിന് പോവുകയാണ്, അത് പോട്ടെ. ഇനി ഓട്ടോയും പോട്ടെ നോക്കാം. ഓട്ടോറിക്ഷകൾ അത്
സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയിട്ട് സർവീസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അവരാണെങ്കിൽ ആൾക്കാരെ കയറ്റി വരികയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾ വലിയൊരു ദീർഘദൂര യാത്രയ്ക്കായാൽ പോലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ കൊല്ലത്തേക്ക് പോകുന്നു. ആ സമയത്തൊരു ഇന്നോവയിലായിരിക്കും പോകുന്നത് ഒറ്റയ്ക്ക്. അതെന്തിനാണത്? നിങ്ങൾ മാക്സിമം അത്തരം യാത്രകൾ ഒരാൾക്ക് വേണ്ടിയിട്ടൊരു വലിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് കുറയ്ക്കുക. 4 ചക്ര വാഹനങ്ങളിൽ യാത്ര മാക്സിമം ഒഴിവാക്കിയാൽ നമ്മുടെ നാട്ടിലെ ട്രാഫിക് ബ്ലോക്സിൻ്റെ അളവ് കുറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ. പിന്നെ നേരത്തെ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റൻസിറ്റി ലൈറ്റ് ഡിമ്മ് ചെയ്ത് പോവുക. പോയില്ലെങ്കിൽ പണിയാണ്. അതുകൊണ്ട് തന്നെയാണ് രാത്രി പലയിടത്തും അപകടം നടക്കുന്നത്. ഡിം അല്ലാതെ ചെയ്യേണ്ട ഭാഗത്ത് ബ്ലിങ്ക് ചെയ്യേണ്ട ഭാഗമുണ്ടെന്ന് പറയുന്നത് അപകട വളവ് ഭാഗത്തൊക്കെ ഒന്ന് ബ്ലിങ്ക് ചെയ്യുക. അപകട വളവെത്തുന്നതിന് മുമ്പ് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എതിരെ വരുന്നൊരു വാഹനത്തിനും അവിടെ വാഹനങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് പോവുക യാത്ര. പിന്നെ ട്രാഫിക് റൂൾസ് നല്ലോണം പഠിച്ചിട്ട് അതിനനുസരിച്ച് വാഹനം ഓടിക്കണം. പിന്നെ ഇടത്ത് വശത്ത് കൂടിയുള്ള ഓവർടേക്കിങ് ഒഴിവാക്കുക. കാരണം ബസ് പെട്ടെന്ന് തുറക്കും. ബസ്സിൻ്റെ വാതിൽ KSRTC ബസ്സിലായാലും പ്രൈവറ്റ് ബസ് ആയാലും വാതിലൊക്കെ തുറക്കുമ്പോഴത്തേക്കൊക്കെ വന്ന് അപകടങ്ങളുണ്ടാവാൻ വലിയൊരു സാധ്യതയുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ പിന്നെ നമ്മുടെ നാട്ടിൽ ബസ് ബേകളില്ല റോഡുകൾക്ക്. ബസ് ബേയും കൂടെ അല്ല നിർമ്മിക്കുന്നത്. എവിടെയെങ്കിലും തോന്നിയ സ്ഥലത്താണെങ്കിൽ അത്രയും വീതിയും കാണത്തില്ല. ഒരു ബസ് ബേ എല്ലായിടത്തും വേണം എന്നുള്ളത്. റോഡ് പുനർനിർമ്മിക്കും. ഞങ്ങളുടെ നാട്ടിൽ റോഡ് പുനർനിർമ്മിച്ചിട്ടുണ്ട്. റോഡ് നിർമ്മിച്ചു, പക്ഷേ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. പഴയ റോഡിൻ്റെ അതേ വീതിയേ ഉള്ളൂ. പക്ഷേ ഇച്ചിരൂടെ വീതി കൂടിയെന്ന് തോന്നുന്നു. വീതി കൂടിയിട്ടുണ്ട്. വീതി കൂടുകയും ചെയ്തു. റോഡിൻ്റെ നിലവാരത്തിൽ റോഡങ്ങ് ഭംഗിയായി. പക്ഷേ ജംഗ്ഷനിൽ വന്നപ്പോൾ റോഡിന് വീതിയില്ല. 5 മീറ്റർ വീതിയേ ഉള്ളൂ. 5 മീറ്റർ പോലും ഇല്ല. അത് മാത്രമല്ല, ജംഗ്ഷനിൽ നിന്ന് ആ റോഡിൽ നിന്ന് ഒരു KSRTC ബസ് കയറാൻ പെടുന്ന പാട്. ഒരു 5 മിനിറ്റെങ്കിലും എടുക്കും അതിന് ഇറങ്ങാനും കയറാനും. മറ്റൊരു മെയിൻ റോഡിലേക്ക് കയറാനും ഇറങ്ങാനും അതിന് പെടുന്ന പാട്. ഈ ജംഗ്ഷനുകളിലാണ് ഒരു റോഡിന് വീതി ഏറ്റവും കൂടുതൽ വേണ്ടത്. അവിടെ വീതിയില്ല. അതാണ് നമ്മുടെ നാട്. അതായത് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. അതിനനുസരിച്ച് നിങ്ങളുടെ വാഹനയാത്രയിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്തോ, കുഴപ്പമില്ല. ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, ആരെയും കുറ്റം പറയത്തില്ല. പക്ഷെ ഒറ്റയ്ക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇന്നോവ അങ്ങനത്തുള്ള ഏത് വണ്ടിയായാലും 4 ചക്ര വാഹനങ്ങളിൽ 4-5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ, 7 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന വാഹനങ്ങളിൽ നിങ്ങൾ ഒരിക്കലും പോകരുത്. കാരണം അതത്രയും സ്പേസ് കുറയ്ക്കും. നിങ്ങൾ ഒരു ട്രാഫിക് ഇതാക്കും. ഈ കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇളമ്പള്ളൂർ തൊട്ട് ഇങ്ങോട്ട് ഏതാണ്ട് എത്ര കൊല്ലം ചെങ്കോട്ട സെക്ഷനിൽ ചന്ദനത്തോപ്പ്, കിളിക്കൊല്ലൂർ പഴയ സ്റ്റാൻഡ്, അതായത് കിളിക്കൊല്ലൂർ പഴയ സ്റ്റാൻഡ് തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയാൽ എത്ര ലെവൽ ക്രോസുകളുണ്ടെന്നറിയാമോ? 1, 2, കുണ്ട്ര തന്നെ 3 എണ്ണം ഉണ്ട് അടുപ്പിച്ച്. 3 അല്ല 4 ലെവൽ ക്രോസുകളുണ്ട്. 4, 5, 6, 7 ലെവൽ ക്രോസുകളുണ്ട് ആ ഒരു സെക്ഷനിൽ. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അത് ഞാൻ കൊല്ലത്തിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ പലയിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ആയിരിക്കും. ട്രെയിനുള്ള റെയിൽവേ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ പലതും അങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നാട്ടിലേക്കൊന്ന് ചുറ്റുമൊന്ന് നോക്കിയാൽ മതി, കണ്ണോടിച്ച് നോക്കുക. എത്ര വലിയവനായാലും എത്ര പണമുള്ളവനായാലും വാഹനങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണെങ്കിൽ ഇന്നോവയും കാറും ഒന്നും എടുത്തുകൊണ്ട് പോകാതിരിക്കുക. കുറച്ച് സ്വന്തം വാഹനം എടുത്തു പോകുന്നെങ്കിൽ ഏതെങ്കിലും പബ്ലിക് വെഹിക്കിളുള്ള ഭാഗത്തേക്ക്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സെൻറ്ററിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് അത് പോവുക. അവിടുന്ന് മറ്റ് പബ്ലിക് വെഹിക്കിൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസിൻ്റെ റവന്യൂവും കൂടും. നിങ്ങൾക്ക്
കാശിന് ലാഭിക്കാം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോകുമ്പോൾ പെട്രോളും ഡീസലും എത്ര രൂപയാണ് കത്തിച്ച് കളയുന്നത്, അതും ലാഭിക്കാം. അതൊന്ന് ആലോചിക്കുക. തിങ്ക് അബൌട്ട് ദാറ്റ്. പിന്നെ എല്ലാവരുടെയും ഒരു വർഷം, ഈ വരുന്ന അടുത്ത 2026 എന്ന് പറഞ്ഞ വരുന്ന വർഷം എല്ലാവർക്കും നല്ലതാവട്ടെ. ഈ വർഷത്തെ നമ്മൾ എന്ത് ചിന്തിച്ചു കൂട്ടിയോ, എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം, അല്ലെങ്കിൽ നമുക്ക് പറ്റിയ പിഴവുകൾ, അങ്ങനെ നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റീസ്, അങ്ങനെയെല്ലാം നമ്മൾ അതിനെ ഇവിടെ കളയുക. നമുക്ക് ജാനുവരി അല്ലെങ്കിൽ 2026 എന്നത് നമുക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാനുമുള്ളൊരു വർഷമാക്കി നിങ്ങൾ മാറ്റുക. ഞാനും അങ്ങനെയാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് എൻ്റെ ശ്രമങ്ങൾ ഒരിക്കലും ഞാൻ അവസാനിപ്പിക്കത്തില്ല. പക്ഷേ എൻ്റെ ഈ ശ്രമങ്ങൾക്ക് ഉള്ള ഫലം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഐ ഹാവ് ആൻ ഹോപ്പ്, ഒരു പ്രതീക്ഷ. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടും, അതിൻ്റെ ഫലം. സോ ബി കൂളായിരിക്കുക, ആൻഡ് കാമായിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആരോടായാലും തുറന്നു പറയുക. നിങ്ങൾക്ക് മറ്റുള്ള ആളുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടും നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായാൽ ആ നിമിഷം നിങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ ഇത് നേടുക. ഒരു സൈക്കാട്രി ഡോക്ടറെ കാണുന്നത് ഒരു കാലത്തും പ്രശ്നമായിട്ട് തോന്നുന്നില്ല. മാനസിക രോഗമെന്ന് പറയുന്നത് ഭ്രാന്തനായെന്ന് പറഞ്ഞ് ആരും കളിയാക്കുമെന്ന് വിചാരിച്ചതൊന്നും കാണാതിരിക്കരുത് ഒരിക്കലും. അതിന് മെഡിസിൻ എടുക്കുന്ന ഒരു തെറ്റല്ല. കാരണം നിങ്ങളെ രക്ഷിക്കുകയാണ് നിങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മളേ ഉള്ളൂ. നമ്മളെ മനസ്സിലാക്കാൻ നമ്മളോളം വേറെ ആർക്കും കഴിയത്തില്ല. അപ്പം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ? മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ മുന്നിലും തല കുനിച്ചു കൊടുക്കരുത്. ഒരു കാര്യത്തിലും അങ്ങനൊരു കാര്യം, ആ ഒരു തോട്ട് പ്രോസസ്സ് വരരുത്. ആ തോട്ട് പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ ജീവിതം തോറ്റു. എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം പല സ്ഥലത്ത് ഈ ഒരു രീതി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ എന്താണ്, എൻ്റെ ലക്ഷ്യം എന്താണ്, എനിക്ക് എങ്ങനെ പോകണം എന്ന് പോലും അറിയാതെ എൻ്റെ ആദ്യത്തെയൊക്കെ വീഡിയോസ്, ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ള ആദ്യ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. ഒന്ന് ക്യാമറ ഫേസ് ഇതില്ല, പിന്നെ വാക്കുകൾ തപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊരാളായിരുന്നു ഞാൻ. പക്ഷേ പിന്നീട് ഇംപ്രവൈസ് ചെയ്തതാണ്. എനിക്കൊരു സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു പണ്ട് മുതലേ. പക്ഷേ അത് ഞാൻ സ്റ്റേജിൽ കയറി മാറ്റിയെടുത്തു. അങ്ങനെ എന്നെ തന്നെ മനസ്സിലാക്കി അതിന് എന്താണ് വേണ്ടത് മാറ്റം, അത് ഞാൻ ചെയ്തു. ഇപ്പം ഈ വർഷം ഞാൻ ഒരുപാട് തിരിച്ചറിവുകളുടെ വർഷമാണ്. ഒരുപാട് തിരിച്ചടികളും കിട്ടി അതിനനുസരിച്ച്. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള മനക്കരുത്ത് ഒപ്പിച്ചെടുത്തു ഈ വർഷം. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു എനിക്ക് പ്രശ്നം പറ്റിയിട്ടുള്ളത്, എവിടെയായിരുന്നു പിഴച്ചതെന്നൊക്കെ മനസ്സിലാക്കി ആ പിഴവുകളിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ട് അടുത്തൊരു ചുവട് എങ്ങനെ വെക്കണം, ഏത് രീതിയിൽ പോകണം എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. സോ ഗോ ടു ദ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം, അല്ലാതെ മറ്റൊരാളുടെ തീരുമാനങ്ങളാവരുത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഗുഡ് ബൈ എന്ന് പറയുന്നില്ല, നല്ലൊരു പുതുവത്സരം നേരുന്നു.